ഞങ്ങളപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എങ്ങും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ 2 തൊപ്പി ഞാൻ എടുക്കാതെ ഈ സാധനം എടുത്തോണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. കണ്ടപ്പോഴേ പാർക്കിംഗൊക്കെ ഫില്ലാണ്, അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്ന് എത്തി. പിന്നെ നമ്മുടെ കൂടെ ബാസ്റ്റിനും ഫാമിലിയും ഉണ്ട്, അപ്പൂസും നിമ്മിയും ബാസ്റ്റിനും. അപ്പം നമ്മൾ അവർക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് അവർ അപ്പുറം കൊടുത്തേക്കാണ്. ഇത് ഫെസ്റ്റിവൽ നടക്കുന്ന അടുത്ത് തന്നെയുള്ളൊരു ജംഗിൾ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അവർ കുറച്ചകലെയാണ് പാർക്ക് ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യണം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അനീഷേട്ടൻ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ പിള്ളേരും ഞാനും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് എടുത്തു, അനീഷേട്ടൻ ടിക്കറ്റ് കിട്ടി. ഇനി നമ്മൾ ടിക്കറ്റ് കൊണ്ട് ബസ്സിനും ഫാമിലിയും വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അവരെത്തി. അവരപ്പുറം സൈഡും കയറി പാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവരും എത്തി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അത് കയ്യിൽ കെട്ടി വേണം, ഒരു ബാൻഡ് വരെയായിട്ട് ടിക്കറ്റ്. അപ്പോൾ അത് കയ്യിൽ കെട്ടിയിട്ട് നമ്മളകത്തേക്ക് കടത്തി വിടുന്നവർ. ഇതാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ എൻട്രൻസ്. ഫ്ലവർ ഷോ ആട്ടോ ഇപ്രാവശ്യത്തെ മെയിൻ തീം. കയറുന്ന അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി.
ഫ്ലവറിൻ്റെ ഏകദേശം കവർ ചെയ്തിട്ട് കുറേ ഉണ്ടായി നടന്നു മടുത്ത് അത്രയും കാണാനുണ്ടായിട്ട് നല്ല രസമായിരുന്നു. എവിടെയെങ്കിലും കാണാതെ പോയോന്ന് അറിയത്തില്ല. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ദേ സ്ഥലം ഉണ്ടായിരുന്നു, പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ പിള്ളേരെ കയറ്റി വിടാനായിട്ട് ടിക്കറ്റ് എടുത്ത് അവരെ കളിക്കാനായിട്ട് കയറ്റി വിട്ടു കേട്ടോ. കുറച്ച് നേരത്തേന് നല്ല രസമായിരുന്നു. പിള്ളേർ നന്നായി എൻജോയ് ചെയ്തു. ഇതുള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയില്ലാതെ എന്താ കണ്ടുപിടിക്കണം എന്തോ സംഭവമാട്ടോ. കുട്ടികളുടെ ആയാലും നമുക്ക് കയറി പോകാൻ പറ്റില്ല. അവരതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് സ്ഥലം വൈകി തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അവരതൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഇപ്പം ആളും അപ്പൂസിനെയും കൂട്ടി ഉള്ളിലേക്ക് പോയേക്കാണ്. ഞങ്ങളത് വെയിറ്റിംഗ് ആണ് പുറത്ത്. അവർ പുറത്ത് വന്നു. ഇനി ഞങ്ങൾ പുറത്തേട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഷോയും എല്ലാം നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കേട്ടോ. അമ്മ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.